ഇന്ന് ഷെയർ ചെയ്യുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു പോളയാണ്. പിസ്സ ഫ്ലേവറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂണൊക്കെ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 3 ബ്രെഡ് പീസാണ് കേട്ടോ, 3 ബ്രെഡ് സ്ലൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് മുരിച്ചെടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു തക്കാളി മീഡിയം സൈസിൽ തന്നെയുള്ള തക്കാളി മതിയാകും. പക്ഷേ തക്കാളി എടുക്കുമ്പോൾ പഴുത്ത തക്കാളി എടുക്കാതിരിക്കുക. കുറച്ചും കൂടെ അധികം പഴുക്കാത്ത തക്കാളി ആയിരിക്കും ഒന്നും കൂടെ നല്ലത്. അതുപോലെ ഒരു പച്ചമുളക്, ചെറിയൊരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അങ്ങനെ നല്ലോണം വഴറ്റി ഇത് വെന്ത് വടയുന്ന പരുവത്തിൽ അങ്ങനെ വഴറ്റിയെടുക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പൊക്കെ മതിയാകും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. അതുപോലെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ സോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചേർക്കുന്ന ബട്ടറിൽ എന്തായാലും ഉപ്പുണ്ടല്ലോ, ബ്രെഡിൽ എന്തായാലും ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ അൺസോൾട്ടഡ് ആണ് കേട്ടോ ഏറ്റവും നല്ലത്. സോൾട്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബ്രെഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ബ്രെഡും ഈ ഒരു കൂട്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഫ്ലെയിമൊക്കെ കുറച്ചിട്ട്. ബ്രെഡൊക്കെ അങ്ങനെ വെന്ത് വടയുന്ന പരുവത്തിലൊന്നും ആക്കിയെടുക്കണ്ട. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണ്ട, വേറൊരു പാത്രത്തിലാണ് ഇനി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഈ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിലും കുറേ നേരം കഴിയുമ്പോൾ ഓവറായിട്ട് ഇതായി പോകും. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് കുരുമുളക് പൊടിയും അതുപോലെ പാകത്തിനുള്ള ഉപ്പും, ഒരിച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ പശുവിൻ പാലാണ്. 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത 3 സ്റ്റെപ്പായിട്ട് ചെയ്തല്ലേ. ആദ്യം ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു, പിന്നെ മസാല ഉണ്ടാക്കി, ഇപ്പോൾ മുട്ടക്കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഞാൻ അടിയിൽ ഒരു പാനും കൂടെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പഴയ പാന് അടിയിൽ വെക്കാം കേട്ടോ. എന്നിട്ട് ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു മുകളിൽ വെച്ചിട്ടുള്ള പാന് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഞാനൊരു ഇച്ചിരി ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലായിടത്തോട്ടും ഒന്നാക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബ്രെഡും അതുപോലെ മസാലക്കൂട്ടുണ്ടല്ലോ, ഈ ഒരു കൂട്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് എല്ലായിടത്തും ഒരേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഫ്ലെയിം കുറക്കാട്ടോ. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ലെവലാക്കി കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുട്ടക്കൂട്ടാണ്. ഇനി മുകളിലായിട്ട് ഇതുപോലെ മുട്ടക്കൂട്ട് എല്ലാ ഭാഗത്തോട്ടും കവറാകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ലെവലാക്കി എടുത്തിട്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ മതിയാകും. 10 മിനിറ്റൊക്കെ കൊണ്ട് ഇത് റെഡി ആയി കിട്ടും. അങ്ങനെ ഒരുപാട് സമയം വെക്കണമെന്നില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വെന്ത് വന്നാൽ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ്, ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസറല്ല ചീസ് ഇതുപോലെ മുകൾ ഭാഗത്തോട്ട് ഇങ്ങനെ കുറച്ച് ഇതുപോലെ ഒന്ന് വെതറി കൊടുത്താൽ മതി. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഇതുപോലെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരിച്ചിരി കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് കൊടുത്താലും മതി. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇതുപോലെ കുറച്ച് മാത്രം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ചീസൊക്കെ അവിടെ മെൽട്ടായിട്ട് വരും. ഇനി കുറേ നേരം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമല്ല. ഇനി നമുക്കിത് മാറ്റാം ഇതിൽ നിന്നും.
അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. നമുക്കിതിലോട്ട് ചിക്കനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, എന്നാലും നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം. പിസ്സ കഴിക്കുന്ന ആ ഒരു ഏകദേശം ആ ഒരു ഫ്ലേവർ തന്നെയാണ്. പക്ഷേ നമുക്ക് അത്ര പണിയൊന്നുമില്ല ചെയ്യാനായിട്ട്. ഇതൊന്നും റെഡിയാക്കണ്ട, എളുപ്പമാണ്. രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ, അതുപോലെ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.